അടുത്ത ഇന്റർവ്യൂല് ഞാൻ വേറെ തന്നെ ആളെ മറ്റേ ചോദ്യം ചോദിച്ചപ്പോൾ ഒരു സെക്കൻഡ് ഞാൻ ക്യാരക്ടറിലായിരുന്നു ഞാൻ പറഞ്ഞിട്ട് എനിക്ക് നമ്മള് ചോദിക്കും ഇങ്ങനെ വിചാരിക്കുന്നത് കൊണ്ടെങ്കിലും ഇടയ്ക്കൊരു ബുക്ക് എടുത്ത് വായിക്കും. അടുത്ത പ്രാവശ്യം നിഖിലൊരു സഞ്ചൊക്കെ തൂക്കി നമ്മൾ ശരിക്കും അത്രയും ഇമ്പോർട്ടന്റ് ഒന്നും അല്ല. ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ഞാനിത് ചുമന്നുകൊണ്ട് നടന്നിട്ട് കുഞ്ഞു പിടിച്ച് ബുദ്ധിമുട്ടി അങ്ങനൊന്നും അല്ല. ഞാനത് ഭയങ്കര എൻജോയ് ചെയ്ത് തന്നെ ചെയ്യുന്ന 100% സൈക്കോസും മറ്റുള്ളവരായിട്ട് കൾട്ടിവേറ്റഡ് ആയിട്ടാണ് നമ്മളിന്ന് ചില സമയത്ത് സൈക്കോ ആയി മാറും മറ്റുള്ളവർ മാത്രമല്ല എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറും കൂടെയാണ്. ഞാൻ ഒരിക്കലും എൻ്റെ വീട്ടുകാരോട് പറയില്ല ആ പടം കാണരുതെന്ന്. ഇഷ്ടമായെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ഇഷ്ടമായില്ല, കണ്ടു നോക്കൂന്ന് ഞാൻ പറയുള്ളൂ. ഇഷ്ടപ്പെട്ടാലോ? സത്യം പറഞ്ഞ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ആക്ച്വലി എല്ലാത്തരം സ്ക്രിപ്റ്റുകളും വരുന്നുണ്ട്. ഭയങ്കര വേരിയഡാ വരുന്ന സാധനങ്ങൾ. ഞാനതിൽ ഭയങ്കര ഹാപ്പിയാണ്. നമ്മൾ ചോദ്യം ചോദിച്ചാൽ ആരെയാ തോൽപ്പിക്കാൻ നോക്കുന്നത്? നമ്മളെല്ലാരും ഒരുമിച്ച് ജയിക്കാനുള്ള പരിപാടികളാണല്ലോ. നമ്മൾ കാണാത്തൊരു പക്ഷാണെങ്കിൽ പോലീസുകാർ കയ്യിൽ നിന്ന് കാശ് കൊടുക്കുന്നത് കയ്യിൽ വെച്ചോ എന്ന് പറയണത് അങ്ങനെ ഉണ്ട് പോലീസുകാർ. ഇത് മേക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഇന്ന ഡയറക്ടറാണ്, ആ ഡയറക്ടറിൽ എനിക്ക് വിശ്വാസമാണ്, അല്ലെങ്കിൽ കൂടെ വർക്ക് ചെയ്യാൻ എനിക്ക് എക്സൈറ്റ്മെന്റ് ഉണ്ടെങ്കിൽ ഇതൊരു മെയിൻ റീസൺ അതായിരിക്കും. ഫസ്റ്റ് സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ തന്നെ നമുക്കൊരു ഐഡിയ കിട്ടും, ഈ കഥ എങ്ങനെയാണ് ട്രാവൽ ചെയ്യുന്നത്, ഇതിന് എന്തൊക്കെയാണ് ആവശ്യം, എന്തൊക്കെ വേണ്ടാന്നുള്ളത്, അങ്ങനെയുള്ള ആവശ്യമുള്ള ഗിമ്മിക്സിന്റെ ആവശ്യമില്ലാതെ പോകുന്നൊരു കഥയാണ്. Own your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler. ജോസഫ്, വർഗം എന്നീ സിനിമകളിലൊക്കെ പോലീസ് സ്റ്റോറികൾക്ക് പുതിയൊരു നറേറ്റീവ് സെറ്റ് ചെയ്ത സംവിധായകനാണ് പത്മകുമാർ. ആ ഒരു സെറ്റിലേക്ക് അല്ലെങ്കിൽ പത്മകുമാറിൻ്റെ ഒരു ഡയറക്ഷനിൽ റോഷൻ അഭിനയിക്കുമ്പോൾ എന്തായിരിക്കും എന്നുള്ളത് തന്നെ ഉയരുടെ പ്രധാനപ്പെട്ട കൗതുകം ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറാണ്. പ്രിവ്യൂ ഷോയ്ക്ക് ശേഷം വലിയ അഭിപ്രായങ്ങൾ നേടുന്നുണ്ട് ഉയരിനെ പറ്റി സംസാരിക്കാൻ എഴുത്തുകാരനായ നിഖിൽ, പ്രൊഡ്യൂസർ സന്തോഷ് ആൻഡ് ഈ പടത്തിന്റെ ക്യാമറാമാൻ അജയ് എന്നിവരാണ് ചേരുന്നത്. നമസ്കാരം. നമസ്കാരം. റോഷൻ, നീ ചോദിക്കാനുള്ളത്, റോഷന് വേദന ഉള്ള കഥാപാത്രങ്ങളല്ല, വേദന അനുഭവിക്കുന്ന കഥാപാത്രം, ഈ ഇതുമായിട്ടുള്ള റൊമാൻസ് അതെങ്ങനെ സാധിക്കുന്നു, അല്ലെങ്കിൽ അത് മനുഷ്യൻ എന്നുള്ള രീതിയിൽ എഫക്ട് ചെയ്യുന്നുണ്ടോ? ഇപ്പൊ മൂത്തോനിലെ വേദന, കുരുതിയിലെ വേദന, റോന്ത്, ഭയങ്കര ഒരു ടെൻഷനും എന്താ പറയാ ടേമോയിലോ കടന്നു പോവാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാ. ആ ക്യാരക്ടർ കടന്നു പോകുന്നത് റോഷൻ ഇത് കട്ട് കഴിഞ്ഞു, കാരവനിൽ പോയി ചായ കുടിക്കുന്നു, ചില്ല് ചെയ്യുന്നു, ആ അവസ്ഥ ഉണ്ടോ? പിന്നെ എനിക്ക് ഇതിന്റെ വെയിറ്റ് ഒന്നും ഷോട്ട് കഴിയുമ്പോഴൊന്നും ഫീൽ ചെയ്യാറൊന്നുമില്ല. ഞാൻ സെറ്റിലൊക്കെ വളരെ ചില്ലായിട്ട് തന്നെയല്ലേ നിൽക്കുന്നത്. ഞാനിത് ചുമന്നുകൊണ്ട് നടന്നിട്ട് കുഞ്ഞു പിടിച്ച് ബുദ്ധിമുട്ടി അങ്ങനൊന്നും അല്ല. ഞാനത് ഭയങ്കര എൻജോയ് ചെയ്ത് തന്നെ ചെയ്യുന്ന. നമുക്ക് അത് ഇങ്ങനത്തെ സാധനങ്ങൾ തപ്പി പോകുന്നത് പോലും അല്ല. ആക്ച്വലി വരുന്ന പ്രോജക്റ്റുകളിൽ ക്യാരക്ടർ മാത്രം നോക്കിയല്ല പിക്ക് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഞാൻ എപ്പോഴും നോക്കി എനിക്ക് വർക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള ആൾക്കാർക്ക് കൂടെ കൊളാബറേറ്റ് ചെയ്യാൻ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടോ. ഇപ്പൊ ക്യാരക്ടറിനകത്ത് തന്നെ ആണെങ്കിൽ എനിക്ക് നേരത്തെ ചെയ്ത പരിപാടികളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് തോന്നുന്നുണ്ടോ, ഭയങ്കര സിമിലർ ആയിട്ട് പോവാതെ പുതിയത് എന്തെങ്കിലുമൊക്കെ അതിനകത്ത് എക്സ്പ്ലോർ ചെയ്യാനുണ്ടോ. പിന്നെ ഈ പറഞ്ഞതിനകത്ത് തന്നെ ലേയേഴ്സ് ഉണ്ടല്ലോ. ഇപ്പൊ ഈ നെയിം ചെയ്ത ക്യാരക്ടേഴ്സിൽ റോന്തില് തിന്നാതും കുരുതിയിലെ ഇബ്രു ഒക്കെ അവര് വളരെ ഓക്കെ ആയിട്ട് ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നൊരു സിറ്റുവേഷൻ ആണ് അവരെ പ്രശ്നത്തിലാക്കുന്നത്. അപ്പൊ ഇബ്രുവിന് ഒരു ലോസിന്റെ വേദന ത്രൂ ഔട്ട് ഉണ്ട്. അതുപോലൊരു സിമിലാരിറ്റി ഇതിനകത്ത് മേ ബി അജി എന്നുള്ള ക്യാരക്ടറിനൊക്കെ ഉണ്ടാവാം. പക്ഷെ എന്നാൽ ഈ കഥയുടെ ഡ്യൂറേഷനിൽ നടക്കുന്ന കുറച്ച് സംഭവങ്ങൾ എങ്ങനെ ഈ പരിപാടി ഇവന്റെ പേഴ്സണൽ ലൈഫുമായിട്ട് ഒരു പാരലൽ സ്റ്റോറി ആവുന്നു എന്നുള്ളതൊക്കെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അതായത് നമ്മൾ സാധാരണ ഒരു കൺവെൻഷണൽ ഇൻവെസ്റ്റിഗേഷൻ കഥ പറയുമ്പോൾ ഒരു ക്രൈം സംഭവിച്ചത്, ആ ക്രൈം സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ആ കഥ തീർന്നു. സോൾവ് ചെയ്ത് കഴിഞ്ഞിട്ടും കഥയുണ്ട്. ഇവിടെ സോൾവ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും എക്സൈറ്റിംഗ് പോർഷൻ എന്നുള്ളതാണ്. അപ്പൊ എനിക്ക് ആ പോക്കൊക്കെ ഇതിന്റെ ഇത് ഭയങ്കര ഇഷ്ടമായി. അപ്പൊ ഇതിനകത്ത് ആക്ച്വലി പ്രൈമറിലി കഥേനെക്കാട്ടിലും ഇതൊരു ട്രൂ സ്റ്റോറിനെ ബേസ് ചെയ്തിട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു സിനിമാറ്റിക് സ്ട്രക്ചറിൽ വീഴുന്ന ഒരു സ്ക്രിപ്റ്റ് ആയതുകൊണ്ട് ഈ കഥയുടെ പോക്കാണ് ശരിക്കും ഇതിനകത്ത് മേജർ എക്സൈറ്റ്മെന്റ്. പപ്പേടിന്റെ കൂടെ ഒരു പടം ചെയ്യണമെന്നുള്ളത് കുറച്ച് നാളായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ കഥയുടെ ഒരു അൺപ്രഡിക്റ്റബിൾ പോക്കാണ് ഇതിനകത്ത് എക്സൈറ്റ് ചെയ്തത്. നിഖിൽ, നമസ്കാരം. ഈ റോളിൽ ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. സ്റ്റേജിൽ കണ്ടിട്ടുണ്ട്, പെർഫോമർ ആയിട്ട് കണ്ടിട്ടുണ്ട്, രമ്യ ചേച്ചിയുടെ കൂടെ എത്രയോ വട്ടം കണ്ടിട്ടുണ്ട്, വളരെ ജോവിയലായിട്ട് കണ്ടിട്ടുണ്ട്. ഇങ്ങനെ എന്താ പറയാ ഒരു കേസ് അന്വേഷണം കഴിഞ്ഞിട്ടും കേസ് വിട്ടു പോവാത്ത ഒരു സർവീസ് അവർ റിയൽ ലൈഫിലും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അതിപ്പോ ഒരു കുടുംബനാഥനൊക്കെ ആയിരിക്കും പലപ്പോഴും എന്തെങ്കിലും അറിയാത്തൊരു കാരണം കൊണ്ടുള്ള, ഇപ്പൊ പെട്ടെന്നൊരു വടിയെടുത്ത് ഒരാൾ അടിച്ചു, അയാൾ മരിച്ചു, അപ്പൊ ആ കുടുംബത്തിന്റെ നാഥൻ അറസ്റ്റിലാവുമ്പോൾ ആ കുടുംബത്തിന്റെ ഒരു ഏർണിംഗ് നഷ്ടമാവുമ്പോൾ ആ കുടുംബത്തിന് പേഴ്സണൽ കയ്യിൽ നിന്ന് പൈസ എടുത്തു കൊടുക്കുന്ന പോലീസുകാരുടെ കഥകളുണ്ട്.
അങ്ങനത്തെ നല്ല പോലീസുകാരുടെ കഥകളും ഉണ്ടല്ലോ. അപ്പൊ ഇതായിട്ട് ബന്ധമല്ലേ, പക്ഷെ സ്റ്റിൽ ഇവിടെയും കേസ് സോൾവ് ചെയ്ത് കഴിഞ്ഞിട്ടും അയാൾക്ക് അത് കേസ് അവസാനിപ്പിക്കാൻ പറ്റുന്നില്ല മനസ്സുകൊണ്ട്. അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടല്ലോ വീരന്. അത് അങ്ങനത്തെ റിയൽ പോലീസുകാരെ ആസ്പദമാക്കി വന്നതാണോ? അങ്ങനെയല്ല, ഇതിപ്പോ ആക്ച്വലി ഇതിന്റെ ട്രൂ സ്റ്റോറിയുടെ ഒരു ഫോർമേഷൻ മാത്രമേ എടുത്തിട്ടുള്ളൂ. കാരണം ട്രൂ സ്റ്റോറിയാണ്, കേസ് ഇപ്പോഴും ഓണാണ്. അപ്പൊ നമുക്ക് ഒരുപാട് ഡീറ്റെയിലിംഗിൽ കേസിനോട് റിലേറ്റഡ് ഇത് ചെയ്യാൻ പറ്റില്ല. അൻഷാദ് എന്ന് പറയുന്ന ആ പോലീസ് ഉദ്യോഗസ്ഥൻ അന്ന് ട്രാവൽ ചെയ്ത ഒരു ജേർണി ഉണ്ട്. അതാണ് നമ്മൾ ബേസ് ആയിട്ട് ക്രക്സ് ആയിട്ട് യൂസ് ചെയ്ത അതാ. അതിന്റെ ഇടയ്ക്ക് ക്യാരക്ടർ ബിൽഡിംഗ് ഒക്കെ ഓട്ടോമാറ്റിക്കലി ഫിക്ഷൻസ് ആയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത. അപ്പോൾ അജീബ് എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ ഫാമിലി, ജോയ് എന്ന് പറയുന്ന ബൈജു ഏട്ടന്റെ ക്യാരക്ടറിന്റെ ഫാമിലി, പിള്ളേരിലാണ് വന്ന് എൻഡ് ചെയ്യണത്. ഈ പിള്ളേരോടുള്ള ഒരു ഇഷ്ടം ഇവർ രണ്ടുപേർക്കും നമ്മൾ കണക്ട് ചെയ്യണമെന്ന് തോന്നി. വെറുതെ ഒരു പോലീസുകാരന് കാണാതെ 2 പിള്ളേരെ ലോജിക്കലി ഒട്ടും കാണാം, അതുപോലെ എത്രയോ പിള്ളേരുണ്ട്, വൈ ദീസ് ചിൽഡ്രൻ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്ക് എപ്പോഴും ഉണ്ടായിരുന്നു ഒരു ഫാക്ടർ. അപ്പോൾ ഇവർ രണ്ടുപേർക്കും പിള്ളേരോട് ഒരു അറ്റാച്ച്മെന്റും, പിന്നെ ജോയുടെ ക്യാരക്ടർ ഇപ്പോൾ ഭയങ്കര 10-24 വർഷം എക്സ്പീരിയൻസ് ഉള്ള ബൈജു ഏട്ടൻ, ഒരു ഭയങ്കര സീനിയർ മോസ്റ്റ് ഇതാണ്. ആ വ്യക്തി വരെ ഒരു ആള് വന്നിട്ട് ഒരു കഥ പറഞ്ഞിട്ട് പാൻ കയ്യിൽ കാശില്ല, നമ്മൾ കാണാത്തൊരു പക്ഷമാണ് ഈ പോലീസുകാർ കയ്യിൽ നിന്ന് കാശ് കൊടുക്കുന്നത്, കയ്യിൽ വെച്ചോ എന്ന് പറയണത്. അങ്ങനെ ഉണ്ട് പോലീസുകാർ, നല്ല രീതി. പക്ഷെ അതൊന്നും പോർട്രേ ചെയ്യുന്നില്ല ഇവിടെ. എല്ലാവരുടെയും ഇവരുടെ റൂത്ത്ലെസ് ആയ ആറ്റിറ്റ്യൂഡും ഇവരെ നമുക്ക് പോലീസുകാർ എന്ന് പറയുമ്പോൾ എല്ലാം അങ്ങനെയാണല്ലോ പോർട്രേ ചെയ്യുന്നത്. കുറച്ച് മസാല ആഡ് ചെയ്യാൻ അതാണല്ലോ കുറച്ചുകൂടി നല്ലത്. നല്ല പോർഷൻ കാണിക്കുന്ന ലിമിറ്റഡ് ഫിലിംസേ ഞാൻ കണ്ടിട്ടുള്ളൂ. പോലീസ് എന്ന് പറയുന്ന പ്രൊഫഷനോട് കുറച്ചുകൂടി ഫ്രണ്ട്ലി ഒരു ഫീൽ കിട്ടണം എന്ന് എനിക്കൊരു താല്പര്യം ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെയാണ് ഇവരൊക്കെ വളരെ നല്ല രീതിയിൽ സോഫ്റ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള പോലീസുകാർ. എവിടെയും തെറിവിളിയില്ല, ഒച്ചപ്പാടില്ല, ഇടിയില്ല. എന്താ ഈ ഒരു സ്ക്രിപ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ ഇത് വർക്ക് ആവും, ഇതിനൊരു ഏരിയ ഉണ്ട്, ഒരു അൺടാപ്ഡ് ഏരിയ ഉണ്ട്, അതെന്താ സന്തോഷം മനസ്സിലാക്കി? ഇതില് ആദ്യം പറഞ്ഞത് മിക്ക സൈക്കോസും അല്ല 100% സൈക്കോസും മറ്റുള്ളവരായിട്ട് കൾട്ടിവേറ്റഡ് ആയിട്ടാണ് കാണുന്നത്. നമ്മളിന്ന് ചില സമയത്ത് സൈക്കോ ആയി മാറും മറ്റുള്ളവർ കാരണം. അപ്പൊ അങ്ങനെ കാരണം നിഖിലിന്റെ EP ആണ്, റൈറ്റർ മാത്രമല്ല എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറും കൂടെയാണ്. ഞാന് പല ഘട്ടത്തിലും ഞാൻ തന്നെ സൈക്കോ ആയി മാറും എന്നുള്ള ഒരു സംശയം ഉണ്ടായിരുന്നു പല ഘട്ടങ്ങൾ. അങ്ങനെയല്ല ഇതിലേക്ക് എനിക്ക് അതിന്റെ സ്റ്റോറി ആദ്യം നമ്മൾ സ്ക്രിപ്റ്റ് ഒക്കെ തവണതിന് മുമ്പ് ആ സ്റ്റോറി ഞാൻ മുമ്പേ ഞാൻ ഗോ ത്രൂ ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യം നമ്മൾ വായിച്ചു പോണ ഇത് ഒരു ന്യൂസ് ആയിട്ടുള്ളതാണ്, ന്യൂസ് വാല്യൂ വന്നിട്ടില്ല. അതിനുശേഷമാണ് ഈ സ്റ്റോറിയുടെ കാര്യം പറയണത്. അതൊരു ഓഫീസർ ഒരു കാര്യം സൊസൈറ്റിക്ക് വേണ്ടി ചെയ്തതല്ലേ, അതിനെ നമ്മൾ അഡ്രസ് ചെയ്യാതെ പോകാൻ പറ്റില്ലല്ലോ. ആസ് യു സൈഡ് എല്ലാ പോലീസ് ഓഫീസേഴ്സിനെയും ഒരു നെഗറ്റീവായിട്ടാണ് നമ്മുടെ മൂവിയില് ഈ ജനമൈത്രി പോലീസ് സ്റ്റേഷൻ എന്ന് കാണിക്കാത്ത ജനമൈത്രി പോലീസ് സ്റ്റേഷനാണ് നമ്മുടെ മൂവി അല്ലേ. സീരിയസ്ലി എല്ലാം നല്ല പോസിറ്റീവായിട്ട് ഐ ടുക്ക് ദ കോൾ. ഇപ്പോ ക്യാമറാമാന്റെ കഴിവ് കാണിക്കാൻ വേണ്ടിയിട്ട് ക്യാമറ ആംഗിൾസ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ പുതിയ ഗാഡ്ജറ്റ്സ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഫാൻസി ആയിട്ടുള്ള പുതിയ ഫൈറ്റ് റോബോ ക്യാം ആവശ്യപ്പെടുന്നില്ലെങ്കിൽ അത് ചെയ്യുക, അങ്ങനത്തെ കുറെ അവസ്ഥകളും കൂടി ഇപ്പോൾ മലയാളത്തിലല്ല മറ്റു ഇൻഡസ്ട്രികളിലൊക്കെ കാണുന്നുണ്ട്. അതിന് പടത്തിന് ഇത്രയും മതി അല്ലെങ്കിൽ പടത്തിന് ഇതേ ആവശ്യമുള്ളൂ എന്നുള്ള രീതിയിൽ സ്വയം ചൂസ് ചെയ്യാനൊരു കാര്യം കൊണ്ടുള്ളത്, ഇങ്ങനെ കാര്യങ്ങളൊന്നും വേണ്ടാന്ന് വെക്കുക എന്നുള്ളത്. അത് അജയ് ബ്രോ എപ്പോഴാണ് എടുക്കുക ഒരു കോള്? അല്ല, അത് ഫസ്റ്റ് സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ തന്നെ നമുക്കൊരു ഐഡിയ കിട്ടും, ഈ കഥ എങ്ങനെയാണ് ട്രാവൽ ചെയ്യുന്നത്, ഇതിന് എന്തൊക്കെയാണ് ആവശ്യം, എന്തൊക്കെ വേണ്ടാന്നുള്ളത്, അങ്ങനെയുള്ള ആവശ്യമുള്ള ഗിമ്മിക്സിന്റെ ആവശ്യമില്ലാതെ പോകുന്നൊരു കഥയാണ്. അപ്പം അത് സ്ക്രിപ്റ്റിൽ നിന്ന് തന്നെയാണ് ബേസിക്കലി ഈ പറഞ്ഞ പോലെ ഒരു കോൾ എടുക്കുന്നത്. എങ്ങനെ ഇത് നമ്മള് പിന്നെ ഡയറക്ടറായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ പുള്ളിയുടെ ഒരു മനസ്സിലുള്ള ഒരു പുള്ളിക്ക് എങ്ങനെയാണ് ഈ സിനിമ പ്രസന്റ് ചെയ്യണമെന്നൊരു ഐഡിയ കിട്ടുമല്ലോ. അപ്പൊ ആ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് ഇത് ഏത് രീതിയിൽ ഷൂട്ട് ചെയ്യണം, എങ്ങനെ വേണം എന്നൊക്കെ നമ്മൾ തീരുമാനം എടുക്കുന്നത്. പിന്നെ ഈ കഥയ്ക്ക് അങ്ങനെ ഇപ്പം ഫൈറ്റ് ഉണ്ടെങ്കിൽ പോലും അങ്ങനെ റോബോ ക്യാം കൊണ്ടൊന്ന് ഷൂട്ട് ചെയ്യേണ്ട രീതിയിൽ കുറച്ചുകൂടി റൂട്ടഡ് ആയിട്ടുള്ളൊരു സ്റ്റോറിയാണ്. അങ്ങനെ ഭയങ്കര സ്റ്റൈലൈസ്ഡ് ആയിട്ടൊരു ഫൈറ്റോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഇല്ല. അപ്പൊ അതിനാവശ്യമായിട്ടുള്ള രീതിയിലുള്ളൊരു മേക്കിംഗ് തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്തത്. ഇപ്പം ഈ ക്യാമറ ആംഗിൾസ് ചൂസ് ചെയ്യുന്ന സമയത്തൊക്കെ ഇപ്പം പലപ്പോഴും അതിനൊരു ഐഡന്റിറ്റി സിഗ്നേച്ചർ കൊടുക്കാനൊക്കെ ആളുകൾ ശ്രമിക്കാറുണ്ട് പലപ്പോഴും. അജയുടെ വർക്ക് എടുത്ത് നോക്കുമ്പോൾ അങ്ങനെ ഒരു സിഗ്നേച്ചർ സെറ്റ് ചെയ്തിട്ടില്ല. സന്തോഷ് ശിവന്റെ ക്യാമറ എന്നൊക്കെ മനസ്സിലാവുന്നത് പോലെ അങ്ങനെ സെറ്റ് ചെയ്തിട്ടില്ല. എന്നാൽ ക്യാമറയ്ക്ക് അതിൻ്റെതായ എന്താ പറയാ അപ്പീലിംഗ് ആയിട്ടുള്ള അവസ്ഥകളൊക്കെ ഉണ്ടാവും. അങ്ങനെ ഒരു സിഗ്നേച്ചർ സെറ്റ് ചെയ്യേണ്ട അങ്ങനെ നിർബന്ധമുണ്ടോ? അങ്ങനെ ഞാൻ അതിനെ പറ്റൊന്നും അങ്ങനെ ആലോചിച്ചില്ല. അങ്ങനെ സിഗ്നേച്ചർ സെറ്റ് ചെയ്യാൻ വേണ്ടിട്ടോ അല്ലെ സെറ്റ് ചെയ്യാൻ അങ്ങനെ പറ്റൊന്നും ആലോചിച്ചിട്ടൊന്നുമില്ല. ഓരോ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ പിന്നെ ഈ പറഞ്ഞ
ത്രില്ലറാണ്. ഇപ്പൊ ആ. ഞാൻ കുറച്ചധികം ത്രില്ലറിനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നുണ്ട്. ഓരോ ആ മുന്നേ ചെയ്ത പടങ്ങളെ സിമിലാരിറ്റി വരരുതെന്ന് ഞാൻ ഒന്ന് ശ്രമിക്കാറുണ്ട്. അതിൽ എന്ത് രീതിയിൽ നമുക്ക് വ്യത്യാസമായിട്ട് ചെയ്യാം. ഇപ്പം ഇത് വെറും ത്രില്ലർ അല്ലാതെ കുറച്ചുകൂടി ഒരു ഇമോഷണൽ ത്രില്ലറാണ്. അപ്പൊ മുന്നേ ചെയ്തിട്ടുള്ള മൂവീസിന് എന്ത് രീതിയിൽ എന്റെ വർക്ക് വൈസ് എനിക്ക് എന്ത് രീതിയിൽ എന്നാൽ കഥയിൽ നിന്ന് മാറിപ്പോകാത്ത രീതിയിൽ എങ്ങനെ ചെയ്യാം എന്നുള്ളത് അങ്ങനെ ഡെലിബറേറ്റ് ആയിട്ടുള്ള ഒരു തീരുമാനം എടുക്കാറുണ്ട്. അത്രേ ഉള്ളൂ. ആ രീതിയിലാണ് വർക്ക് ചെയ്യാറുള്ളത്. ഈ പുറത്തൊക്കെ ഇപ്പൊ ഇന്ത്യൻ സിനിമ അല്ലാണ്ട് തന്നെ ബേസിക്കലി റൈറ്റിങ്ങിനെ ആണ് ആളുകൾ ഇപ്പൊ മൊത്തത്തിൽ നോക്കി കാണുന്നത്. ഇപ്പൊ ഒബ്സഷൻ എന്ന് പറഞ്ഞൊരു പടം വരുന്നു, 8 കോടിയാണ് ബഡ്ജറ്റ്. ഇപ്പൊ തന്നെ അത് 1500 കോടിക്ക് മേലെ ഗ്ലോബലി കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൽ എല്ലാവരും വിധം ഫ്രഷ് ആയിട്ടുള്ള ആളുകളാണ്. പക്ഷെ അതിന്റെ ഏറ്റവും വലിയ കോർ ഇരിക്കുന്നത് ആ റൈറ്റിംഗ് സ്റ്റേജിലാണ് ഇരിക്കുന്നത്. ഇപ്പോഴും ബേസിക്കലി ആക്ടേഴ്സ് അല്ലെങ്കിൽ അതിന്റെ സ്റ്റാർ വാല്യൂ, പ്രൊഡക്ഷൻ കോസ്റ്റ് എന്നുള്ളതിന്റെ ഒക്കെ അപ്പുറത്ത് ഈ എഴുത്തിനാണ് ഏറ്റവും പ്രാധാന്യം. അങ്ങനെ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ ആ ഐഡിയയിൽ റോഷൻ എത്രമാത്രം വില കൊടുക്കുന്നുണ്ട്? അത് നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ സബ് കോൺഷ്യസ്ലി ചെയ്യുന്ന ഒരു പരിപാടിയല്ലേ അത്. ഒരു കഥ നമ്മൾ കേൾക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു സ്ക്രിപ്റ്റ് വായിക്കുമ്പോഴോ ഇത് വായിച്ചു പോകുമ്പോൾ എപ്പോഴെങ്കിലും ഇതിൽ ഇന്നാവണം, പയ്യെ അത് മനസ്സിൽ കണ്ടു തുടങ്ങണം. പിന്നെ ഇവൻച്വലി ആ കണ്ട സാധനം നമുക്ക് ഇഷ്ടപ്പെടുമ്പോൾ നമ്മൾ മൂവ് ചെയ്യുമ്പോഴാണല്ലോ നമ്മൾ ഇതില് യെസ് പറയുന്നത്. അപ്പൊ തുടക്കത്തിലുള്ളത് ഈ റൈറ്റിംഗ് മാത്രം. അതിനപ്പുറം ചിലപ്പോൾ ചില ആൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ചില കൊളാബറേറ്റേഴ്സ് ഉണ്ടാവും. എനിക്ക് എപ്പോഴും അതൊരു ഇമ്പോർട്ടന്റ് ഫാക്ടറാണ്. ചിലപ്പോൾ നമ്മൾ ഇത് മേക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഇന്ന ഡയറക്ടറാണ്, ആ ഡയറക്ടറിൽ എനിക്ക് വിശ്വാസമാണ്, അല്ലെങ്കിൽ കൂടെ വർക്ക് ചെയ്യാൻ എനിക്ക് എക്സൈറ്റ്മെന്റ് ഉണ്ടെങ്കിൽ ഇതൊരു സെക്കൻഡ് കാറ്റഗറി, ഇത് മെയിൻ റീസൺ അതായിരിക്കാം. പക്ഷെ മെറ്റീരിയൽ മാത്രമായിട്ട് നിൽക്കും. അതെ, അത് വെച്ചിട്ട് അവരെന്ത് ചെയ്യുന്നു എനിക്ക് അതിന്റെ ഭാഗമാവണം എന്നുള്ള റീസണിൽ സെലക്ട് ചെയ്യുന്ന ചില പ്രോജക്ട്സ് ഉണ്ട്. അതല്ലാത്ത 90% ഓഫ് ദ ടൈം ഇറ്റ്സ് ദ റൈറ്റിംഗ്. ആദ്യം നമ്മളിലേക്ക് എത്തുന്ന മെറ്റീരിയൽ തന്നെ. ഇപ്പൊ അജയ് ചേട്ടൻ ഈ ക്യാമറ എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് ഡിസൈഡ് ചെയ്യുന്ന സ്ക്രിപ്റ്റ് ബേസ്ഡ് ആണെന്ന് പറയുന്ന പോലെ നമ്മുടെയും ഇനിഷ്യൽ ഡിസിഷൻസ് എല്ലാം ആദ്യം നിന്നാണല്ലോ ഇരിക്കുന്നത്. പിന്നെ ഈ പ്രൊഡക്ഷൻ ക്വാളിറ്റി അല്ല, ഇപ്പൊ ഒബ്സഷൻ ഞാനും കണ്ടതാ, ഭയങ്കര എൻഗേജിങ് ആണ്. അതിനകത്ത് നമുക്കിങ്ങനെ കണ്ടിരിക്കാം നെക്സ്റ്റ് എന്ത് സംഭവിക്കണം എന്നുള്ള ക്യൂരിയോസിറ്റി ഒക്കെ കൂടുതൽ ലൈക്ക് ത്രൂ ഔട്ട് ഉണ്ട്. അപ്പൊ അതിന്റെ സ്കെയില് ഇത്ര വലുതാണെന്നോ ചെറുതാണെന്നോ അല്ലെങ്കിൽ ഇത് ഈ ലൊക്കേഷനുകൾ തന്നെ നിന്ന് കറങ്ങി കളിക്കുകയാണല്ലോ എന്നൊക്കെ ഉള്ളതിലേക്കൊന്നും നമ്മുടെ തോട്ട് ആക്ച്വലി എന്റെ അറ്റ്ലീസ്റ്റ് കണ്ടുകൊണ്ടിരുന്ന സമയത്ത് പോയില്ല. പിന്നീട് ഇതിനെ പറ്റിയിട്ടുള്ള ഫാക്ട്സ് ഒക്കെ വായിക്കുമ്പോഴാണ് ശരി അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളല്ലേ, അല്ലെങ്കിൽ തിരിച്ച് വീട്ടിലേക്കുള്ള ഡ്രൈവിലൊക്കെയാണ് ഓർക്കുന്നത് അത്ര ചെറിയ സെറ്റപ്പിൽ ചെയ്ത പടമാണെന്നുള്ളത്. ഈ സാധനം എൻഗേജിങ് ആയിരിക്കും. മ്യൂസിക് ഷോപ്പ് മതി. അതെ, പിന്നെ കാരണത്തുള്ള അത്രയൊക്കെ മതി. അപ്പൊ അത് പിന്നീടുള്ള ആഫ്റ്റർ തോട്ടിൽ മാത്രം വരിക എന്ന് പറയുന്നത് തന്നെ ആ ചെയ്തു വെച്ചിരിക്കുന്ന സിനിമയുടെ ഒരു വിജയമാണല്ലോ ഒരു രീതിയിൽ. നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ കണ്ടന്റ്, നാരറ്റീവ് കണ്ടന്റ് തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ കൺസ്യൂം ചെയ്യുന്നത് ചിലപ്പോൾ ഫോണുകളിലൂടെ ആയിരിക്കും. അപ്പൊ അവിടെയും നമ്മൾ നോക്കുന്നത് ഈ റീലിന്റെ എൻഡ് വരെ കാണാൻ വേണ്ടി അത്രയും എൻഗേജിങ് ആണോ ഇത് എന്നെ അത്രയും ഹുക്ക് ചെയ്യുന്നുണ്ടോ, അത് കഴിഞ്ഞിട്ട് സെക്കൻഡറി ആണ് ബാക്കി കാര്യങ്ങളെല്ലാം എടുത്തു വെച്ചിരിക്കുന്ന സാധനത്തിന്. അതൊക്കെ അഡീഷണൽ ബെനിഫിറ്റുകൾ തന്നെയാണ് ഡെഫിനറ്റ്ലി. ഇത് കാണാൻ ഭംഗിയുണ്ട്, ഭയങ്കര രസമുള്ള പെർഫോമൻസ് അതിനകത്തുണ്ട്. പക്ഷെ എപ്പോഴും അതിന്റെ കോറ് റൈറ്റിംഗ് തന്നെയാണെന്നുള്ള രീതിയിലാണ് കോൺഷ്യസ്ലി ഓർ സബ് കോൺഷ്യസ്ലി വർക്ക് ചെയ്ത് വന്നിട്ടുള്ളത്. ഇപ്പൊ റോഷന് വരുന്ന സ്ക്രിപ്റ്റുകളിലൊക്കെ ഒരു സ്വഭാവം അറിഞ്ഞാൽ കൊള്ളുന്നുണ്ട്. ഇപ്പൊ നമ്മൾ തന്നെ പലപ്പോഴും സ്ക്രിപ്റ്റുകളൊക്കെ റോഷന് വെച്ചിട്ട് പറയാമെന്നൊക്കെ ഫ്രണ്ട്സ് ഒക്കെ പറയും, ഫിലിം മേക്കർ ഫ്രണ്ട്സ് ഒക്കെ പറയും. അയാൾ കുറെ ചോദ്യങ്ങളൊക്കെ ചിലപ്പോൾ തിരിച്ചു ചോദിക്കുന്ന ഒരാളായിരിക്കും. അയാൾ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരാളായിരിക്കും. അയാൾ ഭയങ്കരമായിട്ട് ഒരുപാട് വായിക്കുന്ന ഒരാളായിരിക്കും. അതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് കുറച്ചൊരു അക്കാഡമിക്കലായിട്ടുള്ള പടമായിരിക്കും പുള്ളിക്ക് അപ്പീൽ ചെയ്യാന്നൊക്കെ. അങ്ങനെ ഒരു മുൻധാരണ ഉണ്ട് പലപ്പോഴും റോഷന് പറ്റിയിട്ട്. അതുകൊണ്ട് ഇപ്പോൾ റോഷനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്ത, എന്നാൽ ഈ പറഞ്ഞ പോലെ ഇത് വർക്കാവും, അവാർഡ് കിട്ടും, അങ്ങനത്തെ ഈ പൊയ്മുഖം വെച്ചുകൊണ്ട് പടം പിച്ച് ചെയ്യുന്ന ആളുകളുണ്ടല്ലോ. അങ്ങനത്തെ സ്ക്രിപ്റ്റുകൾ വന്നിട്ടുണ്ടോ? അങ്ങനത്തെ സ്ക്രിപ്റ്റുകളുടെ പൊള്ളത്തരം മനസ്സിലായിട്ടുണ്ടോ? പിന്നെ സത്യം പറഞ്ഞ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ആക്ച്വലി എല്ലാത്തരം സ്ക്രിപ്റ്റുകളും വരുന്നുണ്ട്. ഭയങ്കര വേരിയഡാ വരുന്ന സാധനങ്ങൾ. ഞാൻ അതിൽ ഭയങ്കര ഹാപ്പിയാണ്. ഒരു സമാധാനമുണ്ട്, താടി എടുക്കാൻ പറ്റുന്നുണ്ട്. ഒരു ഹൊറർ കോമഡി വരും, അത് കഴിഞ്ഞിട്ട് ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ വരും, അതെ ഒരു പക്ക ഡ്രാമ പരിപാടി വരും. അപ്പൊ ഇപ്പൊ എല്ലാം വരുന്നൊരു ടൈമാണ്. ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ് അതില്. ഇതിൽ നിന്ന് ഞാൻ പിക്ക് ചെയ്യുന്നത് പാളിപ്പോവാതിരുന്ന മാത്രം മതി എന്നുള്ള രീതിയിലാണ് ഇപ്പൊ നിൽക്കുന്നത്. പിന്നെ ഈ ചോദ്യങ്ങൾ ചോദിച്ച് ബുദ്ധിമുട്ടിക്കുക എന്നുള്ള സാധനം ഒന്നും അങ്ങനെ അല്ല. അത് ശരിക്കും നമ്മളൊരു കഥ കേൾക്കുമ്പോ ഇമ്മീഡിയറ്റ്ലി തന്നെ നറേഷൻ ആണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി തന്നെ നമുക്ക് തിരിച്ച് അങ്ങനെ ചോദിക്കാനും മാത്രം ഡീറ്റെയിലൊന്നും ഇത് അബ്സോർബ് ചെയ്യാൻ പറ്റില്ല. സത്യം പറഞ്ഞാൽ നമുക്ക് അതിന്റെ ഒരു കോർ ഇമോഷനും ബേസിക് ഒരു സ്റ്റോറി ഫ്ലോ ഒക്കെ മാത്രമേ രജിസ്റ്റർ ചെയ്യുള്ളൂ. ഞാനിപ്പോ എപ്പോഴും പറയുന്നത് എനിക്കിത് കേട്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നത് എനിക്കൊന്ന് വായിക്കുകയും കൂടെ ചെയ്യണം. എന്നിട്ട് വായിച്ചു കഴിഞ്ഞിട്ടാണ് പിന്നെ ഉള്ള കൺഫ്യൂഷൻസ്, ചെറിയ ചോദ്യങ്ങൾ, പരിപാടികളൊക്കെ വരുന്നത്. അതൊക്കെ ഒരു ഡിസ്കഷൻ ആണ് ശരിക്കും, അത് യുദ്ധമല്ല. നമ്മൾ ചോദ്യം ചോദിച്ചാൽ ആരെയാ തോപ്പിക്കാൻ നോക്കുന്നത്? നമ്മളെല്ലാരും ഒരുമിച്ച് ജയിക്കാനുള്ള പരിപാടികളാണല്ലോ നോക്കുന്നത്. അപ്പൊ അത്രേ ഉള്ളൂ അതിനകത്തല്ല. അതെ ഇനിയും മറ്റേ ഭയങ്കര വായിക്കുന്ന ആളെന്നൊക്കെ പറഞ്ഞ് പണ്ട് ഞാനിങ്ങനെ കേട്ടിട്ട് അത് ശരിയാണല്ലോ എന്ന് ഓർത്ത് കഴിഞ്ഞൊരു വർഷമായിട്ട് സ്ക്രിപ്റ്റുകൾ മാത്രമേ വായിച്ചിട്ടുള്ളൂ.
ഒരു പുസ്തകം ഇരുന്ന് വായിക്കാനുള്ള സമയമൊന്നും കിട്ടിയിട്ടില്ല. അപ്പൊ ഞാനിങ്ങനെ ഇടയ്ക്ക് ആലോചിക്കും, ഇത് ആൾക്കാർക്ക് ഇങ്ങനെ വിചാരിക്കുന്നത് കൊണ്ടെങ്കിലും ഇടയ്ക്ക് ഒരു ബുക്ക് എടുത്ത് വായിക്കണം. ഇപ്പൊ അടുത്ത പ്രാവശ്യം നിഖിലൊരു സഞ്ചിയൊക്കെ തൂക്കി താഴേക്ക് നീട്ടി എപ്പോഴെങ്കിലും ഇങ്ങനെ സ്റ്റാർ ആവണോ ആക്ടർ ആവണോ അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ട്? കൺഫ്യൂഷൻ എന്ന് വെച്ചാല് സത്യം സ്റ്റാർ എന്ന് പറഞ്ഞാലേ ആ ഇപ്പൊ രജനീകാന്ത് പടത്തിന് പ്രൊമോഷന്റെ ആവശ്യമൊന്നുമില്ല, ആ പോസ്റ്റർ ചുമരിൽ കൊണ്ട് ഒട്ടിച്ചാൽ മതി. അതെ അതെ പക്ഷെ ചിലപ്പോഴെങ്കിലും കമലഹാസൻ പടം എന്താണെന്ന് അറിയാൻ വേണ്ടിട്ട് നമുക്കൊരു ട്രെയിലറെങ്കിലും വിടേണ്ട ആവശ്യം ഉണ്ടായിരിക്കും. അതെ അതെ രണ്ടുപേരും ഈക്വലി ടാലന്റഡ് ആണ്, ഈക്വലി സ്റ്റാർ പവറിന്റെ കാര്യത്തിലൊക്കെ ഇതാണ്. അതാണല്ലോ ഒരു സ്റ്റാറും ഒരു ആക്ടറും പ്രൂവൺ ആക്ടറും തമ്മിലുള്ള വ്യത്യാസം. അതെ. അങ്ങനെ റോഷൻ അങ്ങനെ ഒരു ഇത് വന്നിട്ടുണ്ട്. പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ഒരുപാട് ആലോചിച്ചിട്ടുണ്ട് ഇതിനെപ്പറ്റി. എനിക്ക് തോന്നുന്നു ഇപ്പൊ ഞാൻ നിൽക്കുന്ന പൊസിഷനിൽ എനിക്ക് തോന്നുന്നത്, എനിക്ക് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്ന ടൈപ്പ് പ്രോജക്റ്റുകള് അത് റിയാലിറ്റി ആവാൻ ചിലപ്പോ കുറച്ചും കൂടെ ബെനിഫിഷ്യൽ ആവുന്നത് ഞാൻ കുറച്ചും കൂടെ വലിയൊരു സ്റ്റാർ ആവുന്നതായിരിക്കും. എന്നാ അതിനുവേണ്ടി ഞാൻ പണിയെടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ ഇപ്പോഴും എനിക്ക് ഇഷ്ടമുള്ള പണി മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ എനിക്ക് ഇതിനകത്ത് ഏറ്റവും ഇഷ്ടമുള്ള ഭാഗം മാത്രമാണ് ഞാൻ ശരിക്കും ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യുന്നത്. അത് മറ്റേ ആൾക്കാരുമായിട്ട് കൊളാബറേറ്റ് ചെയ്യുക, സെറ്റിൽ പോയി നിൽക്കുക, അഭിനയിക്കാൻ, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഒരു നല്ല ഷൂട്ട് ഡേ ഉണ്ടാകുമ്പോൾ അതൊക്കെയാണ് ഏറ്റവും വലിയ സന്തോഷം. മനസ്സിലായോ? അല്ലാതെ ഒരു സ്റ്റാർഡം കൂടുന്നതിൽ നിന്ന് കിട്ടുന്നതിലും കൂടുതൽ റോഷൻ കുറച്ച് ടെക്നിക്കലും കൂടി ആയതുകൊണ്ടായിരിക്കും. ഇപ്പൊ റോഷൻ വേണമെങ്കിൽ മറ്റവരോട് പിടിക്കാം, ആ കഥാപാത്രം എന്നിൽ നിന്ന് ഒരിക്കലും വിട്ടുപോയില്ല, ബാഗേജ് ഉണ്ടായിരുന്നു, അങ്ങനെയൊക്കെ പറയാം. പക്ഷെ റോഷൻ ഇപ്പോഴും ഭയങ്കര ടെക്നിക്കലായിട്ട് തന്നെ ഡിസ്ക്രൈബ് ചെയ്യാറ്. അതായത് എനിക്ക് വന്നിട്ട് 1 മണിക്കൂറിൽ ഷോട്ട് ഡെലിവറി ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എനിക്ക് പണി അറിയില്ല എന്നർത്ഥം എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതെ അതെ. അപ്പൊ ഇത് ടെക്നിക്കലായിട്ട് വിചാരിക്കണോണ്ടേ കുറച്ച് പുട്ടപ്പ് വർക്കാവുമായിരിക്കും. അതിന് മേബി ട്രൈ ചെയ്ത് നോക്കാം. അടുത്ത ഇന്റർവ്യൂല് ഞാൻ വേറെ തന്നെ ആളെ മറ്റേ ചോദ്യം ചോദിച്ചപ്പോ ഒരു സെക്കൻഡ് ഞാൻ ക്യാരക്ടറിലായിരുന്നു ഞാൻ പറഞ്ഞിട്ട് എനിക്ക് ഒന്നുകൂടെ ചോദിക്കും, ട്രൈ ചെയ്ത് നോക്കാം. ഇനി അതാണ് വർക്കാവുന്നതെങ്കിൽ അങ്ങനെ ഇല്ല. എല്ലാ പടവും ഇപ്പൊ റിലീസിനോട് അടുക്കുമ്പോഴൊക്കെ നമുക്ക് അങ്ങനെ ഒരു കൊതിയൊക്കെ തോന്നും. ഇത് പ്രത്യേകിച്ച് നമ്മള് വിശ്വസിക്കുന്ന സിനിമകൾ, നമുക്ക് നന്നായിട്ട് പോകണം, ആൾക്കാരെല്ലാവരും കാണണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്ന സിനിമകളുടെ റിലീസ് എത്തുമ്പോഴത്തേക്കിനും എപ്പോഴും തോന്നാറുണ്ട്, എന്ത് രസമായിരുന്നല്ലേ ഇതിപ്പോ ബുക്കിംഗ് ഓപ്പൺ എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞിട്ട് അപ്പ് എന്ന് പറഞ്ഞ എല്ലാ ഷോയും ഫുള്ളായിരുന്നെങ്കിൽ അടിപൊളിയായനെ. അത് എല്ലാവരും ഒന്ന് പോയി ഫസ്റ്റ് ഡേ തന്നെ എല്ലാവരും ഒന്ന് പോയി കണ്ടിരുന്നെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് ആലോചിക്കാലോ. ഇപ്പൊ എഴുത്തുകാരെന്നൊക്കെയുള്ള രീതിയിലേ ഇത് എഴുതി തള്ളുന്ന അല്ലെങ്കിൽ പറഞ്ഞു തള്ളുന്ന ഒരു അവസ്ഥയും കൂടി ഉണ്ടല്ലോ. അതായത് ഇപ്പൊ 10 റിവ്യൂസിന് അറ്റ് എ ടൈം ഈ പടം ഇഷ്ടമായിട്ടില്ലെങ്കിൽ പിന്നെ ഈ ആ 10 റിവ്യൂസിന് മുകളിൽ ഈ പടം വന്ന് നിൽക്കണമെങ്കിൽ ആളുകളിൽ തിയേറ്ററിലേക്ക് വന്ന് തിയേറ്ററിൽ നിന്ന് ഒരു വേർഡ് ഓഫ് മൗത്ത് ഉണ്ടാവണം. ഇപ്പൊ ഉദാഹരണത്തിന് അശ്വന്ത് നോക്കുന്ന ഒരു റിവ്യൂവർ ഉണ്ട്, അയാൾക്ക് ഭീഷ്മപർവ്വം ഇഷ്ടമായില്ല, പക്ഷെ ഭീഷ്മപർവ്വം ഇഷ്ടമായ വേറെ കുറച്ച് റിവ്യൂവേഴ്സ് ഉണ്ടായിരുന്നു എന്തോ ഒരു ഭാഗ്യത്തിന്. അത് അല്ലെങ്കിൽ പിന്നെ അവിടെ അമൽനേരത്തിനെ പോലെ ഒരാളും കൂടി വേണമല്ലോ. ഈ പറഞ്ഞ പോലെ വേർഡ് ഓഫ് മൗത്ത് എന്ന് പറയുന്ന ഒരു കാര്യത്തിന് ഇപ്പൊ പണ്ടത്തെക്കാളും കൂടി കുറച്ചുകൂടി വാല്യൂ കുറവായിട്ടാണ് നിൽക്കുന്നത്, റിവ്യൂവേഴ്സ് മുകളിൽ നിൽക്കുന്നത്. അപ്പൊ ഇങ്ങനത്തെ പേടികള് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഇൻസെക്യൂരിറ്റികളൊക്കെ മാറ്റർ ചെയ്തിട്ടുണ്ട് എപ്പോഴെങ്കിലും? ഇല്ല, ഓരോ ഇൻഡിവിജ്വൽ ഇപ്പൊ റിവ്യൂ ഇടുന്നവർ അവരുടെ പേഴ്സണൽ ഒപ്പീനിയനാണ്. ഇപ്പൊ എനിക്കൊരു സിനിമ കാണുമ്പോൾ നോട്ട് നെസസറി എൻ്റെ വീട്ടിലെല്ലാവർക്കും ആ പടം ഇഷ്ടമാണ്. ഇപ്പൊ ഞാൻ ഒരിക്കലും എൻ്റെ വീട്ടുകാരോട് പറയില്ല ആ പടം കാണരുതെന്ന്. ഇഷ്ടമായെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ഇഷ്ടമായില്ല, കണ്ടു നോക്കൂന്ന് ഞാൻ പറയുള്ളൂ. ഇഷ്ടപ്പെട്ടാലോ? നമ്മളെന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു സിനിമേനെ നമ്മുടെ പെർസ്പെക്റ്റീവിലാണ് നമ്മൾ എല്ലാ സിനിമയും കാണുന്നത്. നമ്മൾ ഇരിക്കുന്ന പൊസിഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്, നമ്മുടെ മെൻറ്റൽ സ്റ്റേറ്റ് ഇമ്പോർട്ടൻ്റാണ്. എനിക്ക് അന്ന് ഭയങ്കര ടെൻഷനുള്ള ദിവസമാണ്, നല്ല വഴക്ക് കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ഒരു കാര്യം നടന്നിട്ടില്ല, ഒരു റിലാക്സേഷൻ ഞാൻ തിയേറ്ററിൽ പോകുമ്പോൾ എൻ്റെ മൈൻഡിൽ അതവിടെ ഉണ്ടാവും. ഞാൻ കാണുന്ന സിനിമയൊക്കെ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യും. വളരെ ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചിലപ്പോൾ അന്ന് തന്നെ ഭയങ്കരമായിട്ട് ടച്ച് ചെയ്യും. കാരണം അന്നത്തെ ആ പേഡ് ഞാൻ കൊണ്ടുവരുന്നതിൻ്റെ ബാക്കി ബാലൻസാണ്. ചിലപ്പോൾ അന്നത്തെ ദിവസം ഞാൻ വേറെ വല്ല മൂഡിലാണ് ഇരിക്കുന്നത്, ഫൈനാൻഷ്യൽ കാര്യങ്ങൾ സ്ട്രെസ്സിൻ്റെ മുകളിലാണ് ഇരിക്കണമെങ്കിൽ എൻ്റെ പടം കാണുന്ന രീതി മാറും. അപ്പോൾ ആ സമയത്ത് ഞാൻ എൻ്റെ സമയം എന്നെ കളഞ്ഞല്ലോ, എന്നെ അപ്പോൾ കൺവിൻസ് ചെയ്യാൻ ആ പടത്തിന് കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ പെട്ടെന്ന് ഡിസപ്പോയിൻറ്റഡ് ആവും. ഓപ്പൺ മൈൻഡായിട്ട് പടം കാണുകയാണെങ്കിൽ, അതായത് വലിയ എക്സ്പെക്റ്റേഷൻ ഇല്ല, എനിക്ക് ദിസ് ഇസ് വാട്ട് ഐ എം ഗോയിങ് ടു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ അമൽ നീരത് ഫിലിം, എനിക്കറിയാം ഞാൻ എന്താ എക്സ്പെക്ട് ചെയ്ത് പോകണം എന്നുള്ളത്. ജോഷി സാറിൻ്റെ പടം എനിക്കറിയാം അവിടെ എന്തായിരിക്കുന്നത്. അപ്പോൾ പപ്പേട്ടൻ്റെ പടം അറിയാം, പപ്പേട്ടൻ എങ്ങനെയാണ് ആ പടത്തിനെ കൺസീവ് ചെയ്യുക എന്നുള്ളത് നമുക്കറിയാം. നമ്മൾ പപ്പേട്ടൻ്റെ അടുത്ത് പടം വന്നിട്ട് ജോഷി സാറിനെ പോലെ സ്റ്റണ്ട് എക്സ്പെക്ട് ചെയ്തിരുന്നു കഴിഞ്ഞാൽ നടക്കില്ല. അപ്പം ഈ റിവ്യൂ കൊടുക്കുന്നവർ അവർ അവരുടെ ഒപ്പീനിയൻ പറയുന്നു. അവർക്ക് അത് പറയാനുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്, അത് അവർ യൂട്ടിലൈസ് ചെയ്യുന്നു. അതിൽ കേട്ട് ഇൻഫ്ലുവൻസ് ആവണത് അവർ
വേണ്ട കാണണ്ട അതവിടെ പറയുന്നില്ല, നന്നായില്ല എന്നേ പറയുന്നുള്ളൂ. അത് കേട്ടിട്ട് ചിലപ്പോൾ നിങ്ങൾ മിസ് ചെയ്യണ നല്ലൊരു ഫിലിമായിരിക്കും. നിങ്ങൾക്ക് ആ പടം ഇഷ്ടമാവുകയാണെങ്കിലും ജഡ്ജ് സെൽഫ് പോയി തിയേറ്ററിൽ പോയി കണ്ടിട്ട് ജഡ്ജ് ചെയ്യുക. അപ്പോൾ നമുക്കറിയാം ഈ റിവ്യൂ പറയുന്നവരുടെ ടെമ്പർമെൻറ്റും ജഡ്ജിങ് കപ്പാസിറ്റിയും നമ്മുടെയും എത്രത്തോളം ഡിഫറൻസ് ഉണ്ടെന്ന്. ഇപ്പം ഇങ്ങനെ ബാങ്ക് ചെയ്ത് റിവ്യൂവേഴ്സിൻ്റെ പുറകെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റൊക്കെ അവരായിരിക്കും പിന്നെ തീരുമാനിക്കുക. ഓട്ടോമാറ്റിക്കലി നമ്മൾ ഇൻഫ്ലുവൻസ്ഡ് ആവും. റിവ്യൂ പറയുന്നവർ പറയട്ടെ. നമുക്കിപ്പോൾ നമ്മൾ സുഹൃത്തുക്കളോട് ചോദിക്കും, മേഡം നിങ്ങൾക്ക് പടം ഇഷ്ടമായോ? എനിക്ക് വർക്കായി കളിയാന്ന് പറയും. എന്ന് വെച്ചാൽ നമ്മൾ പടം കാണാതിരിക്കുമോ? നമുക്ക് നമ്മുടെ ചിലപ്പോൾ ഇഷ്ടമുള്ള നായകൻ അഭിനയിച്ച പടമാണെങ്കിൽ പോയി കാണണം. അതൊരു ഗിവ് ആൻഡ് ടേക്ക് അല്ലേ സിനിമ. ഞാൻ എപ്പോഴും പറയും, റിവ്യൂവേഴ്സ് എന്ത് വേണമെങ്കിൽ പറയട്ടെ, അവർക്ക് അതിന് പറയാനുള്ള ഫ്രീഡം ഉണ്ട്. അവർക്ക് ഡെഫിനറ്റ് ആയിട്ടും പറയാം എനിക്ക് ഇഷ്ടമായില്ല എന്ന്. അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഓക്കെ ഫൈൻ. അത് ചിലപ്പോൾ ബിസിനസ്സിനെ ബാധിക്കുമായിരിക്കും, പക്ഷെ അത് ആ ബിസിനസ്സിനെ റിഫ്ലക്റ്റ് ചെയ്യണത് ഇൻഡസ്ട്രിക്ക് ഗുണം ചെയ്യില്ല അങ്ങനെയുള്ള ഡാമേജ്. കാരണം ചിലപ്പോൾ നല്ലൊരു സിനിമയായിരിക്കും ഉണ്ടാക്കി വെക്കുന്നത്. ആരും മോശപ്പടം തിയേറ്ററിൽ വരണം എന്ന് വിചാരിച്ച് പണിയെടുക്കുന്നവരല്ല. 19 ദിവസമല്ല, എത്രയോ മാസങ്ങൾ ഇതിൻ്റെ പുറത്ത് വർക്ക് ചെയ്യുന്ന എത്രയോ പേരുണ്ട്. എല്ലാവരും എനിക്ക് ചീത്തപ്പടം എടുക്കണമെന്ന് പറഞ്ഞിട്ടല്ലല്ലോ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നടനം വരുന്നതും സംവിധാനം വരുന്നതും. ചിലപ്പോൾ പാളാം, കയ്യിൽ നിന്ന് പോവാം, പല പല ഫാക്ടേഴ്സ് അതിൽ ഇൻഫ്ലുവൻസ്ഡ് ആവാം. ചിലപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ ആൾക്കാരിൽ എത്തില്ല ഇമോഷൻസ് ചിലത്. അത് ഫാക്ടേഴ്സിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഷൂട്ടൊക്കെ നന്നായിട്ട് ചെയ്യും, ബാക്ക്ഗ്രൗണ്ട് സ്കോർ വീക്കായാൽ പോയി. അത് നമ്മുടെ സിനിമയിലൊക്കെ അങ്ങനെ കുറേ ഫാക്ടർ ഞങ്ങൾ തന്നെ പേഴ്സണലി ഉണ്ട്. എവിടെയൊക്കെ മ്യൂസിക് അപ്ലിഫ്റ്റ് ചെയ്യണം മ്യൂസിക് ഡയറക്ടറോട് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ മ്യൂസിക്കിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്, യു ഷുഡ് ഫോക്കസ് ഓൺ ദിസ്. അത് തന്നെ നമുക്ക് കിട്ടണം നമ്മുടെ തലയിലെഴുത്ത്. ദൈവം നമ്മുടെ കൂടെ, ഒരു ശക്തി നമ്മുടെ കൂടെ പടത്തിലുണ്ടാവുമെന്ന് പറയില്ലേ, നല്ല ഔട്ട്കം വരുന്നത് അങ്ങനെയാണ്. ചിലപ്പോൾ കിട്ടില്ല, എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ഉള്ളത് വെച്ച് നമ്മൾ മാനേജ് ചെയ്യും. അത് മറ്റുള്ളവർക്ക് ഇഷ്ടമായി വരുന്നതില്ല. ടേസ്റ്റ് ഡിഫർ ചെയ്യും. എല്ലാ ഇൻഡിവിജ്വൽസും ഡിഫറെൻറ്റ് ടേസ്റ്റ് ഉള്ളവരല്ലേ, ആരും ഒരേപോലെ ചിന്തിക്കുന്നവരല്ല. ഒരാളുടെ ടേസ്റ്റ് പറയുകയാണെങ്കിൽ ഞാനത് ത്രെട്ടായിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടൊന്നുമില്ല. മറ്റ് പോലീസ് റോഷൻ നേരത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു പറഞ്ഞല്ലോ, നമ്മുടെ ഷൂട്ടിന്റെ ഇടയ്ക്ക് അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായിരുന്നു. ഞങ്ങള് നൈറ്റ് ഷൂട്ടാണ് എന്താ സീക്വൻസ്. അപ്പൊ ഈ നൈറ്റ് ഷൂട്ട് എന്ന് പറയുമ്പോൾ ഓൾറെഡി നമ്മൾ മെന്റലി പ്രിപ്പയർഡ് ആവും. കുറച്ച് ലേറ്റ് നൈറ്റ് പോകും, 2 o'clock 3 o'clock വരെ പോകും. അപ്പം ഓൾറെഡി എല്ലാവരും യൂണിറ്റാരൊക്കെ മെന്റലി പ്രിപ്പയർഡ് ആവും, നൈറ്റ് ഷൂട്ട് ചെയ്യണം നൈറ്റ് ഷൂട്ട്. അപ്പോൾ രാത്രി ഒരു 9 മണി ആയപ്പോഴേക്കും ആ സീക്വൻസ് ഷൂട്ട് ചെയ്തുകൊണ്ട് റോഷനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു ഇതുപോലെ ഇതായിട്ട് ബന്ധപ്പെട്ട്. അത് ചോദിച്ചപ്പോൾ പപ്പേട്ടനും നിഖിലും ഒക്കെ കൂടെ അപ്പോഴാണ് നമുക്ക് അതിന്റെ വേറൊരു ആംഗിള് തിങ്ക് ചെയ്തത്. റോഷൻ അങ്ങനെ ചോദിച്ചപ്പോൾ അത് നമ്മൾ ആലോചിച്ച് നമ്മൾ അങ്ങനെ ഷൂട്ട് ചെയ്തു. അപ്പൊ നമ്മൾ ചെറുതായിട്ടൊന്ന് ബ്രേക്ക് ചെയ്യുന്നു. ശരി 9 മണിയായി, ബ്രേക്ക് ചെയ്യാം. 9 വരെ എന്തായാലും നൈറ്റ് ഷൂട്ട് പോകും, 9 ശേഷം അടുത്ത ബാറ്റ് തുടങ്ങും. ഞങ്ങൾ ഓക്കെ ശരി ബ്രേക്ക് ചെയ്യാൻ ഭക്ഷണം കഴിച്ചു വന്നു. ഭക്ഷണം കഴിച്ച് വന്നപ്പോഴേക്കും ഡിസ്കഷൻ തീരുമാനമായി, പാക്കപ്പ് എന്ന് പറഞ്ഞു. സമയം 10:30. അപ്പൊ അവിടെ പ്രൊഡക്ഷൻ കൺട്രോളർ ചോദിക്കുക എന്താ പറ്റിയെന്ന് ചോദിച്ചു. പ്രൊഡക്ഷൻ കൺട്രോളർ അല്ല റോഷൻ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാണ് അതോടി. അപ്പൊ പ്രൊഡക്ഷൻ പുള്ളി ചോദിക്കുന്നത് എന്നാ പിന്നെ ഇവന് ചോദ്യം നേരത്തെ 9:00 ചോദിക്കാറുണ്ട്, ഇത് ഇത്ര ലേറ്റ് ആക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അപ്പൊ ഒരു ചോദ്യത്തോടുകൂടി യൂണിറ്റാരൊക്കെ ഹാപ്പി, കാരണം ബാറ്റിംഗ് കിട്ടി. റോഷന്റെ കൂടെ തുടങ്ങിയിട്ട് നായക നടന്മാരൊക്കെ ആയ ആളുകളുണ്ടല്ലോ, അല്ലെങ്കിൽ ഇപ്പൊ കറന്റ് നായക നടന്മാരായിട്ടുള്ള, അപ്പൊ അവരൊന്നും ചെയ്യാത്ത ചില കാര്യങ്ങൾ, ഇപ്പൊ ഉള്ളൊഴുക്കിലെ ഒരു ക്യാരക്ടറിന് വേണ്ടി ഡബ് ചെയ്യാം. പെന്റെ അറിവിശരിയാണെങ്കിൽ ടോക്സിക്കിന് വേണ്ടിയിട്ട് ഡബ് ചെയ്യുന്നുണ്ട് റോഷൻ. അപ്പൊ ഈ സ്വന്തം ശബ്ദം ഒരു വലിയ ഐഡന്റിറ്റിയാണ് ഒരു നായക നടനെ സംബന്ധിച്ചിടത്തോളം, ഒരു ലീഡ് ആക്കുന്നത്. അത് ബാക്കിയുള്ള സ്ഥലത്ത് കൂടി കൊടുക്കുക, അല്ലെങ്കിൽ ചെറിയ പാർട്ടുകൾ പോയിട്ട് റോഷൻ പടത്തിലും പോയി ചെയ്യുന്നത് കാണുന്നുണ്ട്. അപ്പൊ ഇത് ഈ പറഞ്ഞ പോലെ ഉപദേശങ്ങൾ വരൂല, ഇപ്പൊ നീ ലീഡാണ്, നീ പോയിട്ട് ചെറിയ ചെറിയ സ്ഥലത്ത് പോയിട്ട് നീ നിന്നെ കുറയ്ക്കരുത് എന്നൊക്കെ ഉള്ളത്. ഇതിനെ മറികടക്കണം, അല്ലെങ്കിൽ ഇപ്പൊ എന്റെ ശബ്ദം ഇന്ന സ്ഥലത്ത് യൂസ് ചെയ്താൽ അത് തെറ്റില്ല, അല്ലെങ്കിൽ എന്നെ ചെറിയ കുറച്ച് സീൻസിലാണ് വന്നുള്ളതിലും കുഴപ്പമില്ല. ഇപ്പൊ റോന്തിൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നായകൻ ആരാണ്, അല്ലെ കഥ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആരാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പോയിന്റിൽ എൻഡ് ചെയ്യുന്നത് ദിലീഷ് പോത്തനായോട് ചിലപ്പോൾ ദിലീഷ് പോത്തൻ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ഈ സ്വയം ഇന്ന രീതിയിൽ വേണ്ട എന്നുള്ള തീരുമാനം അത് അതിന്റെ ഒരു മൈൻഡ് സെറ്റ് എന്താ? നമ്മൾ ശരിക്കും അത്രയും ഇമ്പോർട്ടന്റ് ഒന്നും അല്ല ഇതിനകത്ത്. ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ഇത്രയും തന്നെ കഴിവുള്ളവർ, ഇതിലധികം കഴിവുള്ളവർ, ഇതൊക്കെ ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ആൾക്കാർ. ഇത് നമുക്ക് മുമ്പ് ഇത് ചെയ്തവരുണ്ട്, നമ്മുടെ സമയം കഴിഞ്ഞിട്ട് ഇത് മുമ്പോട്ട് ചെയ്യാൻ പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മൾ അത്ര ഭയങ്കര വലിയൊരു പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ഇവിടെ മാത്രം കിട്ടുന്ന ഒരു കോഹിനൂർ ഒന്നും അല്ല. നമ്മളിത് എത്ര അധികം ചെയ്യുന്നോ
എത്ര അധികം എക്സ്പെരിമെന്റ് ചെയ്യുന്നു, പുതിയ പുതിയ കാര്യങ്ങൾ എത്ര അധികം ചെയ്യുന്നു, അത്രയും നമ്മുടെ വാല്യൂ തന്നെ, നമ്മുടെ എക്സ്പീരിയൻസ്, നമ്മുടെ അനുഭവ സമ്പത്ത് കൊണ്ടുണ്ടാവുന്ന കഴിവിന്റെ വളർച്ച ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കും എന്നൊക്കെ തന്നെയാണ് ഞാൻ ആക്ച്വലി. അതെ. അത് പിന്നെ ഈ പറയുന്ന ഇപ്പൊ ഡബിങ്ങിന്റെ കാര്യം സ്പെസിഫിക്കലി പറഞ്ഞതുകൊണ്ട് ഞാൻ ഭയങ്കര റെസ്പെക്ട് ചെയ്യുന്ന ഒരാള് എന്റെ ഒരു സിനിമ കണ്ടിട്ട് പറഞ്ഞേട്ടാ, നിന്റെ സിംഗ് സൗണ്ട് പടങ്ങളിൽ കിട്ടുന്ന ഒരു ഐറ്റം നീ ഡബ് ചെയ്യുന്ന സിനിമകളിൽ കിട്ടുന്നില്ല, എന്തോ ഒരു സാധനം ലൂസായി പോകുന്നുണ്ട്, നീ ഡബ് ഒന്നുകൂടെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് വാലാട്ടിയിലും ഉള്ളൊഴുക്കിലും ഡബ് ചെയ്യാനായിട്ട് എന്നെ വിളിക്കുന്നത്. അപ്പൊ ഈ 2 പടത്തിൽ ഞാനിപ്പോ ആലോചിക്കുന്നത്, എനിക്ക് വേറെ ഒരു ബാഗേജും ഇല്ലാതെ വേറെ ആരോ ചെയ്തു വെച്ചിരിക്കുന്ന, വാലാട്ടിയുടെ കേസിൽ ഒരു നായ ചെയ്തു വെച്ചിരിക്കുന്ന സാധനവും ഇപ്പുറത്ത് അർജുൻ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ എന്റെ സുഹൃത്തായ ഞാൻ റെസ്പെക്ട് ചെയ്യുന്ന ഒരു ആക്ടറായിട്ടുള്ള ഒരാൾ ചെയ്തു വെച്ചിരിക്കുന്ന സാധനത്തിലും കയറി പണിയാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അത് ഭയങ്കര രസമുള്ള ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് എന്ന് വിചാരിച്ച് മാത്രമേ ഞാൻ പോയത്. എനിക്ക് സത്യം പറഞ്ഞ ഡബിങ് അത്ര ഇഷ്ടപോലും അല്ല. ഞാൻ അങ്ങനെ എൻജോയ് ചെയ്യുന്ന ഒരു പ്രോസസ് ഒന്നും അല്ല ഡബിങ്. എനിക്ക് എപ്പോഴും സെറ്റിലുള്ള മൊമെന്റ്സ് ആണ് കൂടുതൽ എൻജോയബിൾ. അപ്പൊ ഞാൻ ഇതിലൊന്ന് പണിയെടുക്കാം എന്ന് വിചാരിച്ച് മാത്രമാണ് പോയത്. ആൻഡ് ഇപ്പൊ എസ്പെഷ്യലി ഉള്ളൊഴുക്ക് ചെയ്യുമ്പോൾ ഇത് ഒരു രീതിയിലും എന്റെ ശബ്ദമായിട്ട് തോന്നരുത്, അങ്ങനെയുള്ള രീതിയിലാണ്. അതാണ് നമ്മുടെ ഫോക്കസ് അവിടെ. ഇത് ഈ ക്യാരക്ടറിന്റെ സൗണ്ട് ആയിട്ട് തോന്നണം. എന്നെയോ അർജുനെയോ ഒന്നും അറിയാത്ത ആൾക്കാർ ഈ സിനിമ കാണുമ്പോൾ അത് ആ ശരീരത്തിൽ നിന്ന് വരുന്ന ശബ്ദമായിട്ട് തന്നെ തോന്നിക്കുക എന്നുള്ളതാണ് അതിന്റെ പ്രൈം ഒബ്ജക്റ്റീവ്. അപ്പൊ അതിനകത്ത് ഇപ്പൊ നമ്മുടെ സൗണ്ട്, അതിന്റെ ഐഡന്റിറ്റി എന്നൊക്കെ പറഞ്ഞാൽ ലാലേട്ടനും മമ്മൂക്കയ്ക്കും അത് ചെയ്യാൻ പറ്റില്ല. അവരെവിടെ സംസാരിച്ചാലും നമുക്ക് ആ ശബ്ദം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, നമുക്ക് ആ രൂപം കാണാൻ പറ്റും. അങ്ങനൊന്നും അല്ലല്ലോ ഞാൻ നിൽക്കുന്നത്. എനിക്ക് എവിടെ വേണേലും പോയിട്ട് ചെയ്യാം. ഞാൻ ഇപ്പൊ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നത് അത് ആ പടം വന്നു. അത് ഡബിങ് അതിൻ്റെത് ഭീകര എക്സ്പീരിയൻസ് ആയിരുന്നു. അതൊരു ഭീകര എക്സ്പീരിയൻസ് ആയിരുന്നു ഡബ് ചെയ്യാറ്. അപ്പൊ ഉയരന്റെ ഞാൻ പറഞ്ഞില്ലേ പ്രിവ്യൂ ഷോ കഴിഞ്ഞിട്ട് ഇപ്പൊ ഈ ആളുകൾ ഈ ഇന്റർവെല്ല് ആവുമ്പോഴും അല്ലെങ്കിൽ പടം കഴിഞ്ഞിട്ടൊക്കെ ആളുകൾ സീറ്റ്സിൽ ഇരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിങ്ങനെയാണല്ലേ, അതാണല്ലേ, അയാള് നല്ലതാണല്ലേ, അയാൾക്ക് ഇങ്ങനെ. അപ്പൊ അത് ഭയങ്കര റയറായിട്ട് ഇപ്പൊ നടക്കുക. കാരണം പടം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഫോണിൽ റീൽസ് കാണുന്ന അത്രയും അവസ്ഥയിലാണ് പലപ്പോഴും ഓഡിയൻസിന്റെ അറ്റൻഷൻ സ്പാൻ ഇരിക്കുന്നത്. അത് ഓഡിയൻസിന്റെ മാത്രം കുഴപ്പമല്ല, അത് ക്രിയേറ്റേഴ്സിന്റെ കുഴപ്പമാണ്. അപ്പൊ അതിൽ നിന്ന് ഇങ്ങനെയൊക്കെ പടങ്ങളുണ്ടാവും. ഇപ്പൊ ബാലനുണ്ട് അതേ സെയിം കാര്യം. ബാലന് ഇപ്പൊ അമ്മയെ പറ്റിയും മകനെ പറ്റിയും ഒക്കെ ആളുകൾ അമ്മ സ്വാർത്ഥയാണോ അമ്മ നല്ലതാണോ എന്നൊക്കെ ഡിസ്കസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഉയരിലെ ഈ ക്യാരക്ടറിനെ പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്യുന്നത്. അതൊരു വർക്ക് ആവുന്ന ഒരു മീറ്റർ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ഉയർ ഡെഫിനറ്റ്ലി ആളുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യട്ടെ. റോഷൻ ഇനിയും ഒരുപാട് ഡിഫറെന്റ് റോൾസിൽ കാണാൻ പറ്റട്ടെ. ചോദ്യങ്ങൾ ചോദിക്കുന്നത് നിർത്താതിരിക്കട്ടെ. നേരത്തെ ഒരുപാട് നന്ദി. നമസ്കാരം. താങ്ക് യു വെരി മച്ച്. Own your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler.